വർഷം 1945. മേഘപാളികളെ കീറിമുറിച്ച് ചീറിപ്പായുന്ന യുദ്ധവിമാനങ്ങൾ കൊണ്ടും നിലം ഉയ്തുമറിച്ച് അതിർത്തികൾ ഭേദിച്ച് മുന്നേറുന്ന M4 ഷെർമൻ ടാങ്കുകളെ കൊണ്ടും ലോകം കത്തിയെരിഞ്ഞു. മരണത്തിൻ്റെ ഗന്ധം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷം. വെടിയൊച്ചകളെ നിശബ്ദമാക്കി ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീലയിട്ടു. ലോകം പതിയെ സമാധാനത്തിലേക്ക് മടങ്ങി. യുദ്ധാനന്തരം ജോലികളൊന്നുമില്ലാതിരിക്കുന്ന ബ്രിട്ടനിലെ റോവർ കമ്പനി എഞ്ചിനീയർ മൗറീഷ്യസ് വിൽക്കസിൻ്റെ ചിന്തകളിൽ പുതിയൊരാശയം ഉദിക്കുന്നു. അത് സിരകളിലൂടെ ഒഴുകി അദ്ദേഹത്തിൻ്റെ മാന്ത്രിക കൈകളെ ചലിപ്പിച്ചു. ഫാക്ടറികളുടെ മൂലയിൽ പൊടിപിടിച്ച് കിടക്കുന്ന ഒരിക്കൽ ആകാശത്ത് ഗർജിച്ചിരുന്ന യുദ്ധവിമാനങ്ങൾ ഒരു ടൺ കണക്കിന് അലുമിനിയം തൻ്റെ ആലയിൽ കൊണ്ടുപോയി ഉരുക്കി അയാൾ അച്ചിൽ വാർത്തു. ടാറിട്ട റോഡുകൾ അവസാനിക്കുന്നിടത്ത് നിന്നും ആർത്തിരമ്പി വരുന്ന ശത്രുക്കൾക്ക് മുമ്പിൽ അംഗബലം കൊണ്ടല്ല, ഇച്ഛാശക്തി കൊണ്ട് നെഞ്ചും പിരിച്ചും മുഷ്ടി ചുരിച്ച് കുന്തവും പരിചരുമേന്തി നിർഭരരായ റോമൻ യോദ്ധാക്കളെ പോലെ പാറക്കെട്ടുകൾക്കും മരുഭൂമികൾക്കും മഞ്ഞുമലകൾക്കും ചതുപ്പ് നിലകൾക്കും മുന്നിലും മുട്ടുമടങ്ങാത്ത ഒരു ഭീകര സത്യത്തിന് അദ്ദേഹം ജന്മം നൽകി. കർഷകരിൽ നിന്നും സൈനികരിലേക്കും പിന്നീട് അർബൻ SUV-കൾക്കിടയിലും തൻ്റെ ഓറ ചിറകുകൾ വിരിച്ചുകൊണ്ടാൽ പറന്നുയർന്നു